ഹലോ, അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ മുഖത്തുള്ള പിമ്പിൾ മാർക്സ് ഒക്കെ മാറാനും പിമ്പിൾസ് വന്ന് പൊങ്ങി വരുന്നുണ്ടെങ്കിൽ വന്ന് നിൽപ്പുണ്ട് അതൊക്കെ ഒന്ന് കുറയ്ക്കാനും മാറ്റാനും ഒക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ കാണിക്കുന്നത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ്. പക്ഷേ ഇതിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഇത് ഇട്ട് കഴിയുമ്പോൾ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് നീറുന്ന പോലെ തോന്നും. സെൻസിറ്റീവ് സ്കിന്നുള്ള ആൾക്കാരൊന്നും ഇതിടേണ്ട. അതല്ല എങ്കിൽ ഇങ്ങനത്തെ നീറുന്ന സാധനങ്ങളൊക്കെ ഇടാൻ പേടിയാണ്, ധൈര്യമില്ല എന്നുള്ള ആൾക്കാരൊന്നും ഇടേണ്ട. ഞാൻ പക്ഷേ ഇതിട്ട് നിങ്ങളെ കാണിക്കുന്നുണ്ട്. എൻ്റെ ഒരു കോമ്പിനേഷൻ സ്കിന്നാണ്, കുറച്ച് ഡ്രൈയും കുറച്ച് ഓയിലി ആയിട്ടുള്ള സ്കിന്നാണ്. എങ്കിലും ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. എനിക്ക് നല്ല അടിപൊളിയായിട്ട് വർക്കായ ഒരു സംഭവമാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷേ ഞാനിത് ഫേസ് ഫുള്ളായിട്ട് എടുത്തില്ല. ഞാൻ എൻ്റെ പിമ്പിൾസ് വന്ന് നിൽക്കുന്നതും മാർക്സ് ഉള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഇത് അപ്ലൈ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇത് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് കണ്ടാലോ. ഒരു 1/4 ടീസ്പൂൺ സിനമൺ പൗഡർ ഇടുന്നത്. നമ്മുടെ കറുവാപ്പട്ടപ്പൊടി. ഇത് നന്നായിട്ട് പൊടിഞ്ഞിട്ടില്ല എനിക്ക്. നിങ്ങൾ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടുവാണെങ്കിൽ അങ്ങനെ എടുക്കണം കേട്ടോ. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് തേനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമ്മളിത് മിക്സ് ചെയ്യാനായിട്ട് ആവശ്യമുള്ള അത്രയും തേൻ ചേർത്ത് കൊടുക്കണേ. നമ്മുടെ ഫേസിൽ ഇത് ഇങ്ങനെ ഒട്ടിയിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അത്രയും തേൻ വെച്ചിട്ട് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ. ഇനി ഇത് എടുക്കുമ്പം നമുക്ക് ആവശ്യമുള്ള അത്രയും മാത്രം എടുത്താൽ മതി. ഒരുപാട് എടുത്ത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ആവശ്യമുള്ളപ്പോൾ മാത്രം എടുത്തിട്ട് ചെയ്താൽ മതി. പിന്നെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫേസിലിട്ട് കൊടുക്കാം. ഓക്കെ, ഞാനിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് മിക്സിയിൽ നമ്മളിപ്പോൾ ചെറിയ കഷ്ണങ്ങളാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾക്ക് 1-2 എടുക്കുന്നില്ല, മിക്സിയിൽ പൊടിഞ്ഞ് കിട്ടില്ല കേട്ടോ. അപ്പം കുറച്ചേറെ പൊടിച്ച് വെക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പം നമുക്കിത് ഗരം മസാല ആയിട്ടൊക്കെ യൂസ് ചെയ്യുമല്ലോ. നമ്മൾക്ക് ചിക്കനിലോ ബീഫിലോ ഒക്കെ വെക്കുമ്പോൾ തന്നെ ഇടുകയും ചെയ്യും. അപ്പം ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി 2 മാത്രമേ പൊടിച്ച് വെച്ചിട്ടുള്ളൂ. കാരണം ഞാനിതിങ്ങനെ അധികം മേടിച്ച് വെക്കാറില്ല ഈ കറുവപ്പെട്ട സാധനങ്ങളൊന്നും. ബിരിയാണിയിൽ ഇടാനായിട്ട്, നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോഴൊക്കെ ഇടാനായിട്ട്, കട്ടകളായിട്ട് ഇടാനായിട്ട് ഞാൻ ഇങ്ങനെ വാങ്ങി വെക്കാറുള്ളൂ ഇവിടെ. അപ്പോൾ വീട്ടിലാണെങ്കിൽ ഇത് ഇഷ്ടം പോലെ ഉണ്ടോ. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് ഇതില്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ 2-3 എടുത്ത് പൊടിച്ചുള്ളൂ. അപ്പോൾ എനിക്കത് ഭയങ്കര നല്ല ഫൈൻ പേസ്റ്റ് രൂപത്തിലായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പം കിട്ടിയത് വെച്ച് ഞാൻ കാണിക്കുവാണ്. അപ്പം നമ്മൾക്ക് ഇത് എനിക്കിപ്പോൾ ഇതുണ്ട്, ഇവിടെ ഒരു പിമ്പിളുണ്ട്. പിന്നെ ഇവിടെ ഒരെണ്ണം ഇങ്ങനെ വരാനായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു ചെറിയ പെയിനായിട്ട് നിൽപ്പുണ്ട്. ബാക്കി പിമ്പിൾസ് ഒന്നും വേറെ ഒന്നുമില്ല. അപ്പം മാർക്സ് ഉണ്ട്, അത് മാറാനായിട്ടൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ ജസ്റ്റ് ഇതിങ്ങനെ അതിനെ മൂടി വെക്കുക, കവർ ചെയ്ത് വെച്ചാൽ മതി. മാർക്സ് ഉള്ളിടത്തൊക്കെ, ചെറിയ മാർക്സ് ഉള്ളിടത്തൊക്കെ ആയാലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇത് നീറ് കേട്ടോ. ഇട്ട് കഴിഞ്ഞാൽ ആദ്യമേ പറയുന്നതാണ്, നിങ്ങൾ ഇടുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് നീറും എന്തായാലും. ഇത് ചെറിയൊരു പുകച്ചിലുണ്ടാകും. അപ്പോൾ ഉടനെ സ്കിന്നിന് അലർജിയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കാൻ പോവുകയാണ് എന്നോർത്തൊന്നും ഓടിപ്പോയി കഴുകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഭയങ്കരമായിട്ട് നമുക്ക് സഹിക്കാൻ മേലാതെ നമ്മൾ നീറി ഓടി നടക്കും, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് നീറും, ഒരു പുകച്ചിൽ ഫീൽ ചെയ്യും. പിന്നെ ഇത് സെൻസിറ്റീവ് സ്കിൻകാർ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും പാച്ച് ടെസ്റ്റ് ചെയ്യണം. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഇത് ഈ ഭാഗത്തോ ഒക്കെ ഒന്ന്, അതല്ലെങ്കിൽ ചെവിയുടെ പുറകിലൊക്കെ ഇട്ട് നോക്കാം. നമ്മൾ ആൾക്കാർ കാണാത്ത ഭാഗത്തൊക്കെ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കിയ ശേഷം മാത്രം അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഞാനിത് ആരെയും ഫോഴ്സ് ചെയ്യില്ല. ഇത് ആക്സൈൻ പിമ്പിൾ മാർക്സ് ഉള്ള ആൾക്കാർ മാത്രം യൂസ് ചെയ്തേച്ചാൽ മതി. വേറെ നമ്മുടെ മുഖം ഫുള്ളായിട്ടൊന്നും ഇടേണ്ട യാതൊരു ആവശ്യമില്ല. അതൊന്നും ഞാൻ കമ്പൽസറി ആയിട്ട് പറയുന്നില്ല. ഞാൻ ഇടാറില്ല അങ്ങനെ മുഖം ഫുള്ളായിട്ട്. ഞാൻ ഇത്രയും ഭാഗത്ത് മാത്രമേ ഇടാറുള്ളൂ. ഈ 2 ഭാഗത്ത് എപ്പോഴും എനിക്ക് കുറച്ച് മാർക്സ് ഉണ്ടാവും. പിന്നെ ഇപ്പോൾ ഈ ചൂടുകാലം കൂടെ ഒക്കെ ആയിട്ട് ചെറുതായിട്ട് പിന്നെ ഞാൻ ഒരുപാട് വറുത്തവും പൊരിച്ചൊക്കെ കഴിക്കുന്നതുകൊണ്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ പിമ്പിൾസ് വരും. അപ്പോൾ അതിന് വേണ്ടി മാത്രം ഞാൻ ഇങ്ങനെ മാത്രമേ ചെയ്യാറുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം. ഞാൻ ഇതിൻ്റെ നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന ഒരു കാര്യം പറഞ്ഞാണ്, എന്തായാലും ഇത് പുകയും. അപ്പം പുകയും മീൻസ് ഒരു ചെറിയ നീറ്റലുണ്ടാവും. അപ്പം നിങ്ങൾക്കത് ഇപ്പം ഞാൻ ഇട്ടിട്ട് തന്നെ ഇരുന്ന് ഞാൻ സംസാരിക്കുന്നില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ഇറിറ്റേഷനൊന്നും ഞാൻ കാണിക്കുന്നില്ല, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഒരു ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും. അതിന് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മാത്രമേ ഈ സാധനം നിങ്ങളുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുള്ളൂ കേട്ടോ. അല്ലാതെ ഇട്ടിട്ട് ചേച്ചി പറഞ്ഞിട്ട് ഇതെല്ലാം എനിക്ക് പുകഞ്ഞു എന്നും പറഞ്ഞൊന്നും ഓടി വരേണ്ട, തീർച്ചയായിട്ടും പുകയും. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് നമ്മുടെ ഫേസിൽ വെച്ചാൽ മതി. 10 മിനിറ്റിന് ശേഷം നമുക്കിത് നോർമൽ വാട്ടർ യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മളിത് വീക്കിലി ഒരു 2 തവണ മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. ഇപ്പം നിങ്ങളിപ്പം തിങ്കളാഴ്ച ഒരു ദിവസം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ വ്യാഴം അല്ലെങ്കിൽ വെള്ളിയാഴ്ച മാത്രമേ ഇത് നിങ്ങളുടെ ഫേസിലേക്ക് ഇടാവൂ. അങ്ങനെ ആഴ്ച 2 തവണ മാത്രം. അങ്ങനെ നമ്മൾ 1 മാസമൊക്കെ ഇത് യൂസ് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ
മാർക്കൊക്കെ പതിയെ കുറയുന്നതും പിമ്പിൾസ് പൊങ്ങി വരുന്ന ആ ഒരു ടെൻഡൻസിയൊക്കെ അങ്ങ് മാറുകയും ചെയ്യുന്നത് കാണാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതൊരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് പേർക്ക് വേണ്ട ഒരു വീഡിയോ ആണെന്ന് എനിക്ക് തോന്നിയോണ്ടാണ് ഞാൻ ഇന്ന് ഇത് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ വേണമെങ്കിൽ, എന്തെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ, അല്ലെ എന്തെങ്കിലും നിങ്ങൾക്ക് ടിപ്സോ കാര്യങ്ങളോ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മെയിൽ അയച്ചോ മെസ്സേജ് അയച്ചോ ചോദിക്കാനാണ്. മെയിൽ ഐ ഡിയും ഫേസ്ബുക്ക് ഐ ഡി ഇൻസ്റ്റാഗ്രാം ഐ ഡി എല്ലാം ഞാനിവിടെ കൊടുക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, മെയിൽ അയക്കുക. അപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന, എൻ്റർടൈനിങ് ആവുന്ന അടുത്ത വീഡിയോ ആയിട്ട് കാണാം.